തുടക്കം മുതൽ വിവാദത്തിലായ പശ്ചിമ ബംഗാൾ എഫ്ഐആറിൽ 91 ലക്ഷം വോട്ടർമാർ അസാധാരണമാവിധം പുറത്തായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിവ്യൂ അഥവാ എസ്ഐആറിന് പിന്നാലെ സംസ്ഥാനത്തെ 91 ലക്ഷത്തോളം വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയാണ്. ബംഗാൾ പിടിക്കാൻ BJP വോട്ടർ പട്ടിക കരുവാക്കുന്നുവെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. കഴിഞ്ഞ ഒക്ടോബർ വരെ തിരിച്ചറിഞ്ഞ 7.5 കോടിയിലധികം വോട്ടർമാരിൽ 11.85% പേരെയാണ് പരിശോധനകൾക്ക് ശേഷം ഒഴിവാക്കിയിരിക്കുന്നത്. അതായത് ഏകദേശം 90.83 ലക്ഷം പേരുടെ വോട്ടവകാശം ഇല്ലാതായിരിക്കുന്നു. ഫെബ്രുവരി 28 കണക്കുകൾ പ്രകാരം വോട്ടർമാരുടെ ആകെ എണ്ണം 7.66 കോടിയിൽ നിന്നും 7.04 കോടിയായി കുത്തനെ കുറഞ്ഞു. ഏറ്റവും കൂടുതൽ പേർ ഒഴിവാക്കപ്പെട്ടത് മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മുർഷിദാബാദിലാണ്. ഇവിടെ മാത്രം 4.55 ലക്ഷത്തിലധികം പേർക്ക് വോട്ട് നഷ്ടമായി. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മണ്ഡലമായ ഭവാനിപ്പൂർ ഉൾപ്പെടുന്ന കൊൽക്കത്ത സൗത്തിൽ 28,000 വോട്ടർമാരെയാണ് നീക്കം ചെയ്തത്. കൊൽക്കത്ത നോർത്തിൽ ഇത് 39,000 ആണ്. ഹിന്ദു നാമശൂദ്ര മധുവ സമുദായങ്ങൾ കൂടുതലുള്ള നാദിയയിലും നോർത്ത് 24 പർഗാനയിലും പരിശോധനയ്ക്ക് വിധേയരായവരിൽ പകുതിയിലധികം പേരും പട്ടികയ്ക്ക് പുറത്തായി എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ നടപടികൾ സുതാര്യമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് SIR പരിശോധന പൂർത്തിയാക്കിയതെന്നും കണക്കുകൾ പൊതുസമൂഹത്തിന് ലഭ്യമാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. തള്ളപ്പെട്ടവർക്ക് ട്രൈബ്യൂണലുകളെ സമീപിക്കാമെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വോട്ട് ചെയ്യാനാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട തീയതി അടുത്തതോടെ ഇനി പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി കഴിഞ്ഞു. ലക്ഷക്കണക്കിന് വോട്ടർമാർ പുറത്തായ ഈ നടപടി ബംഗാൾ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.